നീ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വന്നാൽ നീ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. നീ എന്നെ മനസ്സിലാക്കും. നമ്മൾ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന കുറച്ച് സെൻറ്റൻസസ് ആണല്ലേ. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റും നോക്കാം. ഫസ്റ്റ് സെൻറ്റൻസ്, നീ മനസ്സിലാക്കിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ വിശ്വസിക്കുന്നു എന്നുള്ളതിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാ? ഐ ബിലീവ്. ബിലീവ് എന്നാണ് വിശ്വസിക്കുന്നു എന്നുള്ള വേർഡിൻ്റെ എക്സാക്ട് മീനിങ് വരുന്നത്. ബട്ട് ഈ ഒരു സെൻറ്റൻസിൽ കുറച്ചുകൂടെ സ്യൂട്ട് ആവുന്ന വേർഡ് ഐ ഹോപ്പ് എന്നാണ്. ഐ ഹോപ്പ്. എന്താണ് ഹോപ്പ് ചെയ്യുന്നത്? ഞാൻ വിശ്വസിക്കുന്നു. എന്താണ് വിശ്വസിക്കുന്നത്? നീ മനസ്സിലാക്കിയെന്ന്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. മനസ്സിലാക്കി എന്നായതുകൊണ്ടാണ് അണ്ടർസ്റ്റുഡ് വന്നത്. അണ്ടർസ്റ്റുഡ് വെർബിന്റെ സെക്കൻഡ് ഫോം ആണ്, പാസ്റ്റ് ഫോം ആണ്. സോ ഐ ഹോപ്പ് യു അണ്ടർസ്റ്റുഡ്. ഞാൻ വന്നാൽ നീ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു. ഇതിന് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് മാറ്റാം? ഞാൻ കരുതിയിരുന്നു എന്നുള്ളത് എങ്ങനെ ഇംഗ്ലീഷിലോട്ട് പറയാ? ഐ തോട്ട്. ഐ തോട്ട്. ഞാൻ കരുതിയിരുന്നു. എന്താ കരുതിയത്? നീ സംസാരിക്കുമെന്ന്. യു വുഡ് talk to me. Talk to me. ഞാൻ വന്നാൽ. if I come. ഞാൻ വന്നാൽ നീ സംസാരിക്കുമെന്ന് ഞാൻ കരുതിയിരുന്നു എന്നുള്ളതിനെ ഇംഗ്ലീഷിൽ നമുക്ക് ഐ തോട്ട് യു വുഡ് ടോക്ക് ടു മീ ഇഫ് ഐ കം എന്ന് പറയാം. നീ എന്നെ മനസ്സിലാക്കൂ. നീ എന്നെ മനസ്സിലാക്കുമെന്ന് എങ്ങനെ ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുക? അത് നിങ്ങൾ കമൻറ്റ് ഡൗൺ ചെയ്യുക. നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മളതിന് റിപ്ലൈയും തരുന്നതായിരിക്കും. മിസ്റ്റേക്സ് ഉണ്ടെങ്കിൽ അത് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്ത് വെക്കുക. താങ്ക് യു. English Mitra. Stop worrying, start learning.